ഹായ് ഫ്രണ്ട്സ്, പാർട്ട് 5ൻ്റെ കണ്ടിന്യൂവേഷനാണ് ഈ വീഡിയോ. ഈ ക്ലാസ്സിൽ നമ്മൾ നോക്കാൻ പോകുന്നത് കാലാവസ്ഥ, നദീവ്യവസ്ഥ, മണ്ണ്, സസ്യജാലങ്ങൾ എന്നീ ടോപ്പിക്കാണ്. ആദ്യം നമ്മൾ നോക്കാൻ പോകുന്നത് ഉത്തരപർവ്വത മേഖലയുടെ കാലാവസ്ഥ. ഇന്ത്യയുടെ വടക്കൻ അതിരായ ഹിമാലയ പർവ്വതവും തുടർ പർവ്വതങ്ങളും ചേർന്ന് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിനും മധ്യേഷ്യയ്ക്കുമിടയിൽ ഒരു കാലാവസ്ഥാ വിഭാജകം തീർക്കുന്നു. ഹിമാലയ പർവ്വത പ്രദേശങ്ങളിലെ കാലാവസ്ഥ അതത് പ്രദേശത്തിൻ്റെ ഉയരത്തിനും ഭൂപ്രകൃതിക്കും അനുസരിച്ച് വ്യത്യാസപ്പെട്ടിരിക്കുന്നു. താരതമ്യേന ഉയരം കുറഞ്ഞ ചെരുവുകളിലും സിവാലിക് മലയടിവാരങ്ങളിലും മിതോഷ്ണ കാലാവസ്ഥയായിരിക്കും. സിവാലിക് ഏത് ഭാഗത്തായിട്ടാണ് വരുന്നതെന്ന് മറന്നുപോയവർ ഈ ഫിഗർ നോക്കി ഒന്നും കൂടെ ഓർത്തെടുക്കുക. പർപ്പിൾ കളറിൽ കാണുന്ന ലൈൻസ് കണ്ടില്ലേ, അതിൽ ഏറ്റവും താഴെ വരുന്ന ലൈൻസ്. ഔട്ടർ ഹിമാലയ എന്നും അറിയപ്പെടുന്ന മലനിരകളാണ് സിവാലിക് മലനിരകൾ. സിവാലിക് കടന്നു പോകുന്ന സംസ്ഥാനങ്ങളും ഒന്ന് മനസ്സിലാക്കി വെച്ചേക്കുക. ഓക്കെ, അപ്പോൾ ബാക്കി നോക്കാം. ഉയരം കൂടിയ പർവ്വത ഭാഗങ്ങളിൽ കുറഞ്ഞ താപനിലയും ശൈത്യ കാലാവസ്ഥയുമായിരിക്കും അനുഭവപ്പെടുന്നത്. ഉയർന്ന പർവ്വത ഭാഗങ്ങളിലും ലഡാക്ക് മേഖലയിലും ധ്രുവസമാനമായ തീവ്ര ശൈത്യ കാലാവസ്ഥ അനുഭവപ്പെടുന്നു. അപ്പോൾ എന്താണ്? ഉത്തരപർവ്വത മേഖലയിൽ ചിലയിടത്ത് മിതോഷ്ണ കാലാവസ്ഥ, ചിലയിടത്ത് കുറഞ്ഞ താപനിലയും ശൈത്യ കാലാവസ്ഥയും, ചിലയിടത്ത് ധ്രുവസമാനമായ തീവ്ര ശൈത്യ കാലാവസ്ഥ. ബാക്കി നോക്കാം. സിവാലിക് മലനിരകളുടെ തെക്കൻ ചെരുവുകളിലും വടക്കുകിഴക്കൻ ഇന്ത്യയിലും തെക്കുപടിഞ്ഞാറൻ മൺസൂൺ മഴ ലഭിക്കുന്നു. പർവ്വതങ്ങളുടെ ഉയരമേറിയ ഭാഗങ്ങളിൽ മഞ്ഞുവീഴ്ച സാധാരണമാണ്. അപ്പോൾ ഉത്തരപർവ്വത മേഖലയിൽപ്പെടുന്ന ഏതൊക്കെ ഭാഗങ്ങളിൽ തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ മഴ ലഭിക്കും? സിവാലിക് മലനിരകളുടെ തെക്കൻ ചെരുവുകളിലും വടക്കുകിഴക്കൻ ഇന്ത്യയിലും. ബംഗാൾ ഉൾക്കടലിൽ നിന്ന് വീശുന്ന മൺസൂൺ കാറ്റുകൾ അസം ഹിമാലയത്തിനും പൂർവാചൽ കുന്നുകൾക്കുമിടയിലെത്തുമ്പോൾ ഏറെക്കുറെ മുഴുവൻ നീരാവിയും ഈ പ്രദേശത്ത് പെയ്തൊഴിയുന്നു. അതിനാൽ വടക്കുകിഴക്കൻ ഇന്ത്യയിൽ, പ്രത്യേകിച്ച് മേഘാലയ പീഠഭൂമിയിൽ ഉയർന്ന തോതിൽ മഴ ലഭിക്കുന്നു. അപ്പോൾ ഇതൊക്കെയാണ് ഉത്തരപർവ്വത മേഖലയിലെ കാലാവസ്ഥ. ഇനി നമുക്ക് നദീവ്യവസ്ഥ നോക്കാം. സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര എന്നീ നദികളും അവയുടെ പോഷക നദികളും ചേർന്നാണ് ഹിമാലയൻ നീരൊഴുക്ക് വ്യൂഹം സൃഷ്ടിക്കുന്നത്. മഴയിൽ നിന്നും മഞ്ഞുരുകിയും ജലം ലഭിക്കുന്നതിനാൽ ഇവ വർഷം മുഴുവൻ നീരൊഴുക്കുള്ള നദികളാണ്. പർവ്വത പ്രദേശത്ത് അതിശക്തമായ നീരൊഴുക്കാണ് ഈ നദികൾക്കുള്ളത്. സമതല പ്രദേശങ്ങളിൽ വെള്ളപ്പൊക്കവും ഗതിമാറിയൊഴുകലും സാധാരണമാണ്. ഈ നദികൾ പർവ്വതഭാഗങ്ങളിൽ വിരൂപ താഴ്വരകൾ, ഗിരികന്ധരങ്ങൾ, വെള്ളച്ചാട്ടങ്ങൾ തുടങ്ങിയ ഭൂരൂപങ്ങൾ സൃഷ്ടിക്കുന്നു. നെക്സ്റ്റ് പേജിൽ തന്നിരിക്കുന്നത് ഹിമാലയൻ നദികളും അവയുടെ പോഷക നദികളുമാണ്. ഡാർക്ക് ബ്ലൂ കളറിൽ മാർക്ക് ചെയ്തിരിക്കുന്നതാണ്. 3 കോളത്തിലായിട്ട് തന്നിരിക്കുന്നത് സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര ഈ നദികളെക്കുറിച്ചുള്ള കുറച്ച് ഡീറ്റെയിൽസ് ആണ്. അതെന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. മാനസ സരോവര തടാകത്തിനടുത്ത് ബൊഖർച്ചു ഹിമാനിയിൽ നിന്നും ഉത്ഭവിക്കുന്ന സിന്ധു നദിയും അതിൻ്റെ പോഷക നദികളുമാണ് വടക്കു പടിഞ്ഞാറൻ ഹിമാലയത്തിൻ്റെ പ്രധാന നീരൊഴുക്ക് വ്യൂഹം. ഗംഗോത്രി ഹിമാനിയിലെ ഗോമുഖിൽ നിന്നുത്ഭവിക്കുന്ന ഗംഗാനദിയും അതിൻ്റെ പോഷക നദികളായ യമുന, ഘാഘര, ഖണ്ഡക്, കോസി
തുടങ്ങിയവയുമാണ് ഉത്തരാഖണ്ഡ്, നേപ്പാൾ ഹിമാലയത്തിലെ പ്രധാന നദികൾ. മാനസ സരോവര തടാകത്തിനടുത്ത് ചെമയുങ്തുങ് ഹിമാനിയിൽ നിന്നുത്ഭവിക്കുന്ന ബ്രഹ്മപുത്രയും അതിൻ്റെ പോഷക നദികളായ ദിബാങ്, ലോഹിത്, മാനസ് തുടങ്ങിയവയുമാണ് കിഴക്കൻ ഹിമാലയത്തിലെ നദീവ്യൂഹം. അടുത്ത ടോപ്പിക് മണ്ണ്. ഹിമാലയ പർവ്വത പ്രദേശത്ത് പൊതുവായി പർവ്വതമണ്ണും വനമണ്ണുമാണ് കാണപ്പെടുന്നത്. പർവ്വത പരിസ്ഥിതി അനുസരിച്ച് മണ്ണിൻ്റെ ഘടനയിലും തരി വലിപ്പത്തിലും വ്യത്യാസമുണ്ടാകും. താഴ്വാരങ്ങളിൽ നേർത്ത തരികളോട് കൂടിയതും ജൈവാംശം കൂടുതലുള്ളതുമായ മണ്ണാണ് കാണപ്പെടുന്നത്. ഉയർന്ന ചരിവുകളിൽ വലിയ തരികളോട് കൂടിയ ജൈവാംശം കുറഞ്ഞ മണ്ണായിരിക്കും കാണാൻ സാധിക്കുക. താഴ്വാരങ്ങളിൽ എക്കൽമണ്ണിൻ്റെ നിക്ഷേപമാണ് പ്രധാനമായും കാണപ്പെടുന്നത്. കാശ്മീർ താഴ്വരയിലെ ഹിമാനികൾ നിക്ഷേപിക്കുന്ന അവസാദങ്ങളാണ് കരേവാസ്. നേർത്ത മണലും ജൈവാംശങ്ങളും നിറഞ്ഞ മണ്ണാണിത്. ഇവ കുങ്കുമപ്പൂ കൃഷിക്ക് അനുയോജ്യമാണ്. അടുത്ത ടോപ്പിക് സസ്യജാലങ്ങൾ. ഉയരം, ഭൂപ്രകൃതി, മണ്ണിനം, കാലാവസ്ഥ തുടങ്ങിയ ഘടകങ്ങളിലെ വ്യത്യാസം ഹിമാലയൻ നിരകളിലെ സസ്യജാലങ്ങളിൽ പ്രാദേശിക വ്യത്യാസങ്ങൾ സൃഷ്ടിക്കുന്നു. കിഴക്കൻ ഹിമാലയത്തിനും വടക്കുകിഴക്കൻ കുന്നുകളിലും ശരാശരി വാർഷിക മഴ 200 സെന്റിമീറ്ററിന് മുകളിലായി ലഭിക്കുന്നതിനാൽ ഉഷ്ണമേഖലാ നിത്യഹരിതവനങ്ങൾ കൂടുതലായി കാണപ്പെടുന്നു. ഉയരം കൂടുന്നതനുസരിച്ച് ഊഷ്മാവ് കുറയുന്നതിനാൽ ഹിമാലയ പർവ്വതങ്ങളിലെ നൈസർഗിക സസ്യജാലങ്ങളിലും അനുസൃതമായ മാറ്റം ദൃശ്യമാണ്. ഉയരത്തിനനുസരിച്ച് നിത്യഹരിതവനങ്ങൾ മുതൽ ശൈത്യമേഖലാ സസ്യജാലങ്ങളായ തുന്ദ്ര വരെയുള്ള സസ്യജാലങ്ങളുടെ തുടർച്ച ഇവിടെ കാണാം. താഴ്വരകളിലും ഉയരം കുറഞ്ഞ പർവ്വതച്ചരിവുകളിലും അർദ്ധനിത്യഹരിതവനങ്ങളും ഇലപൊഴിയും വനങ്ങളും കാണപ്പെടുന്നു. 1000 മുതൽ 2000 മീറ്റർ വരെ ഉയരത്തിൽ ആർദ്രമിതോഷ്ണ വനങ്ങൾ കാണാം. പൈൻ, ദേവദാരു തുടങ്ങിയ സ്തൂപികാഗ്ര വൃക്ഷങ്ങൾ പർവ്വതച്ചരിവുകളിൽ കൂടുതലായി വളരുന്നു. പ്രദേശത്തിൻ്റെ ഉയരം കൂടുന്നതനുസരിച്ച് ഉയരം കുറഞ്ഞ സസ്യങ്ങളായ ജൂനിപ്പർ, റോഡോഡെൻഡ്രോൺ എന്നിവയും ഏറ്റവും ഉയർന്ന പ്രദേശങ്ങളിൽ ആൽപൈൻ പുൽമേടുകളും കാണാം. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ ഇത്രയേ ഉള്ളൂ. ഇനി ബാക്കി 4 ചെറിയ ടോപ്പിക്സ് കൂടിയുണ്ട്. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം. താങ്ക് യു.